സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. യോഗ പ്രചാരക സമിതിയുടെ നേതൃത്വത്തിൽ യോഗ പഠന ക്ലാസ് 2ാം ബാച്ചിന് ചേലക്കരയിൽ തുടക്കമായി. യോഗ സംഘാടക സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ പ്രചാരക സമിതിയുടെ നേതൃത്വത്തിൽ യോഗ പഠന ക്ലാസ് ആദ്യ ബാച്ചിന്റെ സമാപനവും പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവുമാണ് നടന്നത്. ചേലക്കര വെങ്ങാനല്ലൂർ NSS ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംഘാടക സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗയെക്കുറിച്ച് ആധികാരികമായി പറയാനോ, അതിൻ്റെ യോഗ എന്ന് പറഞ്ഞാൽ ഒരു അനന്തമാണത്, സമുദ്രത്തെക്കാൾ അനന്തമാണ്. ആധികാരികമായി പറയാനോ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ കുറിച്ച് പറയാനോ ഞാൻ വെറും ശിശു മാത്രമാണ്. പക്ഷേ ഇവിടെ വന്നത് മുതൽ ഈ യോഗയോട്, അല്ലെങ്കിൽ യോഗ എന്നുള്ള ഈ പ്രക്രിയയോട്, ഈ ആചരണത്തോട്, ഈ ചര്യയോട് വളരെ മാനസികമായ അടുപ്പം വരികയും തന്നാൽ കഴിയുന്ന വിധം അതിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അത് തുടർന്ന് നടത്താൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മുടെ കുട്ടനെ പോലെ, മെമ്പർ വളരെയധികം തിരക്ക്, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം തിരക്കുണ്ടായിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ്സിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ആദ്യമായി എല്ലാവരോടും ഞാൻ ഈ വെങ്ങാനല്ലൂർ യോഗ പ്രചാരക സമിതിക്ക് വേണ്ടി അതിൻ്റെ അധ്യക്ഷൻ നിലയിൽ നന്ദി അറിയിപ്പിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് നിസ്സാരമായി പറഞ്ഞാൽ, കാരണം നിസ്സാരമായി പറയുവാനേ എനിക്ക് കഴിയൂ, മനസ്സും ശരീരവും പ്രാണവായുവും കുറച്ച് ആസനമുറകളും ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആത്മസംതൃപ്തിയിലെത്തുന്നു. സെൽഫ് ടു സെൽഫ്, ഫോർ ദ സെൽഫ്, ത്രൂ ദ സെൽഫ്. സ്വയം സംതൃപ്തി, നോക്കിയൊക്കെ സ്വയം സംതൃപ്തിക്ക് വേണ്ടി മനുഷ്യനെ നമ്മളെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നിത്യേനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതശൈലീ രോഗങ്ങൾക്ക് ഇത്രമാത്രം വലിയൊരു മരുന്ന് യോഗയെ പോലെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. BC 500 തുടങ്ങി യോഗയുടെ ചരിത്രം പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സർവാചാര്യനായ, മഹത്താചാര്യനായ സർവേശ്വരൻ ശിവൻ തൻ്റെ സപ്തമഹർഷികൾക്ക് തൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ അഗസ്ത്യമുനിക്ക് സരോവര തീരത്ത് വെച്ച് യോഗ പറഞ്ഞു കൊടുക്കുകയും അത് യോഗ നന്മയ്ക്കായി ഉപകരിക്കണമെന്ന് പറയുകയുമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ യോഗ എന്ന ഈ ആചാര്യ, ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏകദേശം 93% കൃത്യമായ മരുന്നില്ല എന്ന് കണ്ടെത്തിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു ബട്ടണിട്ടാൽ എല്ലാം നടക്കാമെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. നമ്മൾ എന്തൊക്കെ നേടിയാലും, എത്ര പൈസ നേടിയാലും, എത്ര ഭൗതിക സാഹചര്യങ്ങൾ നേടിയാലും അപ്പോൾ കിട്ടുന്ന സംതൃപ്തി ആ കുറച്ച് ദിവസത്തേക്ക് മാത്രം, ഒരു ദിവസത്തേക്കാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും. ഞാൻ വിചാരിച്ചൊരു കാര്യം നടന്നു, അന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. പിറ്റേ ദിവസം കാലത്ത് ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല, അന്ന് ഞാൻ മൂഡ് ഔട്ടായി, അൺഹാപ്പിയായി, ദേഷ്യമായി. അതെല്ലാം വെറും നൈമിഷികം മാത്രമാണ്. സമിതി കൺവീനർ ജലീൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മളുടെ ഒരു യോഗ പരിശീലനത്തിന് പോകണം, യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്ത് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ നിയോഗം പോലെ എനിക്കും ആ യോഗ ക്ലാസ്സിൽ ചേരാനായിട്ട് കഴിഞ്ഞു. എനിക്കൊരു 3-4 മാസമേ തുടർച്ചയായിട്ട് വരാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ മോള് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. അവൾക്ക് അവിടെ ഭാഷ അറിയാതെയും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് നാൾ അവിടെ പോയി നിൽക്കേണ്ടി വന്നു. ഇപ്പോഴും മാസം അങ്ങോട്ട് പോകും വരവൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പിന്നീട് വന്നിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ നേരം ഞാൻ വീട്ടിൽ വെച്ചാൽ വളരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. ഇഷ്ടത്തിനനുസരിച്ച് സമയം എടുത്തുകൊണ്ട് ഒരു 1.5 മണിക്കൂറോളം യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഇവിടെയാണെങ്കിലും ബാംഗ്ലൂർക്ക് പോകുമ്പോൾ വണ്ടിയിലൊരു യോഗ മാറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഈ യോഗ പ്രാക്ടീസ് ചെയ്യും. യോഗ മാസ്റ്റർ മധുസൂദനൻ, വിനോദ് പന്തലാടി, മനോജ് തോട്ടത്തിൽ, ജയകൃഷ്ണൻ പള്ളിക്കര തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മുൻ ബാച്ചിലെ അംഗങ്ങൾ യോഗയിലൂടെ തങ്ങൾക്ക് വന്ന മാറ്റങ്ങളെയും ഗുണങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട.
നമ്മുടെ ലിസ്യു കോളേജ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1, +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.